എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 65 ഇന്ന് ആരംഭിക്കണം. ബലഭദ്രസ്വാമി സുഹൃത്തുക്കളെ കാണാൻ എത്രയോ കാലമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. വൃന്ദാവനത്തിലെ സുഹൃത്തുക്കളെ അവരെ കാണാൻ വേണ്ടിയിട്ട് തേരിൽ കയറി നന്ദഗോകുലത്തിലേക്ക് പോവാണ്. ബലഭദ്രസ്വാമിയുടെ ലീലകളാണ് ഈ ചെറിയൊരു അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ പഞ്ചഷഷ്ടിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. ബലഭദ്ര കുരുശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്ഥിത സുഹൃദ്ദിദൃക്ഷുരുത്കണ്ഠ പ്രയയൗ നന്ദഗോകുലം. ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ് പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഹേ ഗുരുകുല ശ്രേഷ്ഠ, സർവൈശ്വര്യ പരിപൂർണനായ ആ ബലരാമൻ സുഹൃത്തുക്കളെ പിരിഞ്ഞതിലുള്ള ആ ദുഃഖം സഹിക്കാൻ വയ്യാതെയായിട്ട് അവരെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി തേരിൽ കയറി നന്ദഗോകുലത്തിലേക്ക് പോയി. പരിഷ്വക്തശ്ചിരോത്കണ്ഠൈ ഗോപൈർഗോപീഭിരേവ ച രാമോഭിവാദ്യ പിതരൗ ആശീർഭി അഭിനന്ദിത. കുറെ കാലായിട്ട് ആ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപന്മാരും ഗോപസ്ത്രീകളും ബലരാമസ്വാമി കൊണ്ട് കണ്ടില്ലേ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എല്ലാവരും കൂടി അങ്ങോട്ട് ആശ്ലേഷിച്ച് ചുംബിക്കാനൊക്കെ തുടങ്ങി. അമ്മയും അച്ഛനോ ആ യശോദയും നന്ദഗോപരും അവര് രണ്ടുപേരെയും അങ്ങോട്ട് നമസ്കരിച്ചപ്പോ അവര് രാമനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണുനീര് വാർത്ത് അനുഗ്രഹിക്കാൻ തുടങ്ങി. പല വിധങ്ങളായ ആശീർവാദങ്ങൾ ചെയ്തു എന്നാ പറയുന്നത്. ചിരം നപ്പാഹിദാശാർഹ സാനുജോ ജഗദീശ്വര ഇത്യാരോപ്യ അംഗമാലിംഗ്യ നേത്രൈ ശിഷിചതുർജലൈ. രാമനെ വിളിക്കാണ്, ഹേ ദാശാർഹ, അനുജനായിട്ടുള്ള ശ്രീകൃഷ്ണനോടുകൂടി ഞങ്ങളെ വളരെ കാലം നീ ഞങ്ങളെ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ നീയും നിന്റെ അനുജൻ ആ കൃഷ്ണനും ലോകത്തെ രക്ഷിക്കുന്ന ഈശ്വരന്മാരാണ് എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് മടിയിലങ്ങോട്ട് എടുത്തു വെച്ചു ബലരാമസ്വാമി. അപ്പൊ പണ്ടത്തെ കുട്ടി മുതലേ അവർക്ക് തോന്നണേ. ഇവിടുന്ന് പോയപ്പോ 11-12 വയസ്സാ ബലരാമസ്വാമിക്ക്. കൃഷ്ണന് 11 ബലരാമന് 12 അത്രേ ആയിട്ടുള്ളൂ. ആ ഒരു വിചാരം തന്നെ വേഗം എടുത്ത് മടിയിൽ വെച്ച് സന്തോഷാശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ കൃഷ്ണനെ പറ്റി ഇങ്ങനെ ഓർത്തിട്ടായ യശോദമ്മ ഇതുവരെ പിന്നെ കാണാൻ വന്നിട്ടില്ല. വിവാഹമൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ ആയി രണ്ടുപേർക്കും. ഗോപവൃദ്ധാംശ്ച വിധിവത് യവിഷ്ഠൈരഭിവന്ദിത യഥാവയോ യഥാ സഖ്യം യഥാ സംബന്ധമാൻ. ബലരാമൻ മാതാപിതാക്കന്മാരെ നമസ്കരിച്ച ശേഷം വൃദ്ധന്മാരായിട്ടുള്ള ഗോപന്മാരെയൊക്കെ ഇതുപ്രകാരം നമസ്കരിച്ചു. ബലരാമന്റെക്കാളും വയസ്സുകൊണ്ട് താഴ്ന്ന ഗോപകുമാരന്മാര് ബലരാമനെ നമസ്കരിച്ചു. ഇങ്ങനെ വയസ്സിനനുസരിച്ച് ആ സ്നേഹത്തിനും ബന്ധുത്വത്തിനും അനുസരിച്ച് വിധത്തിൽ എല്ലാവരും അന്യോന്യം നമസ്കാരാദികളൊക്കെ ചെയ്തു. സമൂപേത്യാഥ ഗോപാലാൻ
ഹാസ്യഹസ്തഗ്രഹാദിവി വിശ്രാന്തം സുഖമാസീനം പപ്രച്ചു പര്യുപാഗതാഃ പൃഷ്ടാശ്ച അനാമയം സ്വേഷു പ്രേമഗൽഗതയാ ഗിര സ്നേ കമലപത്രാക്ഷേ സന്യസ്താഖിലരാധസ. ആദ്യത്തെ ദിവസം അച്ഛനമ്മമാരുടെ കൂടെ തന്നെ താമസിച്ചു. പിറ്റേ ദിവസം ബലരാമൻ സ്നേഹിതന്മാരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. എത്രയെത്ര കളികൾ കളിച്ച, അല്ലെ, എന്തൊക്കെ കളികൾ കളിച്ച ആ കൂട്ടുകാര്. ഓരോ ദിവസം ഓരോരോ കൂട്ടുകാരുടെ വീട്ടില് അങ്ങനെ അവരെ കണ്ട് മന്ദഹാസപൂർവ്വം അന്യോന്യം കൈകളും കൊടുത്തു. ബഹുമാനപൂർവ്വം അവരെല്ലാവരും ബലരാമനെ കണ്ട് കണ്ടപ്പോഴേക്കും കെട്ടിപ്പിടിച്ചു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ബഹുമാനപൂർവ്വം സൽക്കരിച്ചിരുത്തി. അവര് ഈശ്വരന്മാരാണെന്ന് ഇവര് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ബഹുമാനപൂർവ്വം സൽക്കരിക്കണത്. അവരുടെയൊക്കെ ഉപചാരങ്ങളാൽ സന്തുഷ്ടനായിട്ട് വിശ്രമിച്ചിരുന്ന ബലരാമന്റെ അടുത്ത് എല്ലാവരും ബന്ധങ്ങളുടെ ചുറ്റും നിന്നു. അപ്പൊ എല്ലാവരോടും വേറെ വേറെ കുശലം ചോദിച്ചു ബലരാമൻ. ശ്രീകൃഷ്ണന്റെ പ്രീതിക്കായിട്ട് സർവകർമ്മങ്ങളും ഐശ്വര്യങ്ങളും സമർപ്പിച്ചിരിക്കുന്ന അവര് ശ്രീകൃഷ്ണനെ കാണാതെയുള്ള ക്ലേശാധിക്യ നിമിത്തം മനസ്സ് കലങ്ങി കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് ഗൽഗത സ്വരത്തോടെ തങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള യാദവന്മാരുടെ കുശലത്തെയും ബലരാമനോട് ചോദിച്ചു. അവർക്ക് ഇങ്ങനെ കൃഷ്ണനെ ഓർക്കുമ്പോ തന്നെ അവർക്ക് സഹിക്കാൻ പറ്റണില്ല. ചോദിക്കാണ്, കച്ചിന്നോ ബാന്ധവാരാമ സർവേ കുശലമാസത്തെ കച്ചിൽ സ്മരധനോ രാമ യൂയം താരസുതാന്വിത. ഹേ രാമ, ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള വസുദേവൻ, ദേവകി മുതലായവർക്കെല്ലാം സുഖം തന്നെയല്ലേ? ഭാര്യാപുത്രാദികളോട് ചേർന്നിരിക്കുന്ന ഞങ്ങളെ തീരെ മറന്നോ? എപ്പോഴെങ്കിലും ആ കൃഷ്ണനും അങ്ങും ഞങ്ങളെ ഓർക്കാറുണ്ടോ? ദിഷ്ട്യാ കംസോ ഹതപാപോ ദിഷ്ട്യാ മുക്താ സുഹൃജ്ജനാ നിഹത്യ നിർജിത്യരിപൂന്യാ ദുർഗം സമാശ്രിതാഃ. ക്രൂരനായിട്ടുള്ള കംസനെ ഒക്കെ വധിച്ച് ബന്ധുക്കളായിട്ടുള്ള വസുദേവാദികളെയൊക്കെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചതൊക്കെ വളരെ ഭാഗ്യം തന്നെ. അതെല്ലാം കൃഷ്ണനും നിങ്ങൾ രണ്ടുപേരും കൂടി അതെല്ലാം ചെയ്തല്ലോ, വളരെ നന്നായി പറയാ. പിന്നെ പല ശത്രുക്കൾ നേരിട്ട് വന്നൂലോ, അവരെയൊക്കെ സംഹരിച്ചിട്ടും ചിലരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടും ആ ശത്രുപീഡയിൽ നിന്ന് തികച്ചും മുക്തന്മാരായിട്ട് സാമാന്യ ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലമായ ആ സമുദ്രമധ്യത്തിലുള്ള ദ്വാരകാപുരിയിൽ നിങ്ങൾ താമസം തുടങ്ങിയത് വളരെ നന്നായി, ഭാഗ്യം തന്നെയാണത് പറയാം. ഗോപ്യോ ഹസന്ധ്യ പപ്രച്ചു രാമസന്ദർശനാദൃതാഃ കച്ചിദാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീ ജനവല്ലഭ. ബലരാമനെ കണ്ടപ്പോഴേക്കും ആദരത്തോടുകൂടി ആ ഗോപസ്ത്രീകള് മന്ദഹാസം ചെയ്തുകൊണ്ട് മധുരാപുര സ്ത്രീകളുടെ പ്രേമ വിഷയമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണന് സുഖം തന്നെയല്ലേ? അങ്ങനെയാണ് ചോദിക്കുന്നത്. പ്രാണപ്രിയനായ ശ്രീകൃഷ്ണനെ പിരിഞ്ഞതിലുണ്ടായിരുന്ന ഉത്കണ്ഠ നിമിത്തം തങ്ങളുടെ നിലയ്ക്ക് ഉചിതമല്ലാത്ത വിധത്തില് ആ ഗോപസ്ത്രീകള് പതിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഏട്ടനാണ്, എന്നാലും ഒരു ലജ്ജയും കൂടാതെ അവര് അങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷ്ണന് പിരിഞ്ഞിരിക്കാൻ സഹിക്കാൻ പറ്റണില്ല. ആ മധുരാപുര സ്ത്രീകളുടെ പ്രേമഭാജനായിട്ടല്ലേ ഇപ്പൊ ഇരിക്കണത് ആ കൃഷ്ണന് ഇപ്പൊ സുഖം തന്നെയല്ലേ? അങ്ങനെ ചോദിക്കണത്. പിന്നെ അതാ കച്ചിൽ സ്മരതിവാ ബന്ധൂൻ പിതരം മാതരം ജസ അപ്യസൗ മാതരം ദ്രഷ്ടും സഹൃദ ത്യാഗമിഷ്യതി. ശ്രീകൃഷ്ണൻ ഈ വൃന്ദാവനത്തിലുള്ള ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും ഒക്കെ ഓർക്കാറുണ്ടോ? അവരെ കാണാൻ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരൂ? കരഞ്ഞുകൊണ്ട് അവര് ഗൽഗത കണ്ഠരായിട്ട് ചോദിക്കുകയാണ്. അവർക്ക് പിന്നെ വാക്കുകൾ കിട്ടുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ഗോപസ്ത്രീകള് ബലരാമനെ കണ്ട് കണ്ടപ്പോഴേക്കും അവരുടെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ അണ പൊട്ടി ഒഴുകുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.